നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരിയുടെ നിലവിളി കേട്ട് രാമേട്ടൻ റൂമിന് പുറത്തിറങ്ങി ലൈറ്റ് ഓൺ ചെയ്ത് നോക്കി. ഡൈനിങ് ഹാളിൻ്റെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി പേടിച്ചിരിക്കുന്ന ഗൗരിയെ കണ്ട് രാമേട്ടൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ മോളെ? അവളുടെ കയ്യിൽ പിടിച്ച് രാമേട്ടൻ ചോദിച്ചു. അവളുടെ കൈ ഐസ് പോലെ തണുത്തിരിക്കുന്നത് രാമേട്ടൻ അറിഞ്ഞു. ശ്വാസം കിട്ടാതെ അവൾ അടുക്കളയിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. അവിടെ എന്താ? രാമേട്ടൻ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു. ഗൗരി ഒന്നും പറയാനാവാതെ പേടിച്ച് വിറച്ച് ഒരു വിഭ്രാന്തി പോലെ അടുക്കളയിലേക്ക് തന്നെ വിരൽ ചൂണ്ടിക്കാണിച്ചു. പെട്ടെന്ന് പേടിയോടെ കൈ പിൻവലിച്ച് അടുക്കളയിലേക്ക് നോക്കാൻ തന്നെ പേടിയോടെ ഇരുന്നു. ഭാനു എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഗൗരി അവരെ കണ്ടിരിക്കാമെന്ന് രാമേട്ടൻ ചിന്തിച്ചു. അവിടെ ഒന്നുമില്ല മോളെ. ജനൽ ചില്ലിലൂടെ വല്ല വണ്ടികളും പോകുന്നതിൻ്റെ വെളിച്ചം കണ്ടതാവും, രാമേട്ടൻ പറഞ്ഞു. ഗൗരി വീണ്ടും അടുക്കളയിലേക്ക് നോക്കുകയും പേടിയോടെ ഒന്നുകൂടി മൂലയിലേക്ക് ചുരുണ്ടുകൂടിയിരിക്കുകയും ചെയ്തു. അവിടെ ഒന്നുമില്ല മോളെ. മോള് പേടിക്കണ്ട. എഴുന്നേൽക്ക്, പോയി കിടന്നോ, രാമേട്ടൻ പറഞ്ഞു. എന്നാൽ അവൾ ആ മൂലയിൽ തന്നെ പേടിച്ചിരണ്ടിരുന്നു. ഇനി എന്താ ചെയ്യുക എന്നാലോചിച്ച് രാമേട്ടൻ വേഗം ദേവനെ വിളിക്കാനായി സ്റ്റെയർ കേസ് കയറിപ്പോയി. രാമേട്ടൻ വിളിക്കുന്നത് കേട്ട് ദേവൻ ഉറക്കത്തിൽ നിന്നുണർന്നു. ഒരു ഉറക്കച്ചടവോടെ വന്ന് ഡോർ തുറന്നു. കുഞ്ഞെ, ഗൗരിമോള് എന്തോ കണ്ട് പേടിച്ച് അവിടെ വല്ലാതിരിക്കുന്നു, രാമേട്ടൻ പറഞ്ഞു. അവള് വെറുതെ ഉറക്കം കളയാനാണ് രാമേട്ടാ. രാമേട്ടൻ പോയി കിടന്നോ എന്ന് പറഞ്ഞ് ദേവൻ ഡോർ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ രാമേട്ടൻ ഡോർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അല്ല കുഞ്ഞെ, എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. ചേ ഇവള് എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് താഴേക്ക് ഇറങ്ങി വന്നു. ഒപ്പം രാമേട്ടനും. ഡൈനിങ് ഹാളിൻ്റെ മൂലയിൽ ഗൗരി ഇരിക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. ഗൗരി, ചലഞ്ച് ഞാനുമായിട്ടാ. വെറുതെ രാമേട്ടൻ്റെ ഉറക്കം കളയണ്ട. എഴുന്നേറ്റ് പോയി കിടക്ക്. എന്നിട്ടും അവൾ അവിടുന്ന് എഴുന്നേൽക്കാത്തതുകൊണ്ട് ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഗൗരിയുടെ അപ്പോഴത്തെ ഭാവം കണ്ട് അവന് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അവനൊന്ന് രാമേട്ടനെ നോക്കി. അതിനുശേഷം പതുക്കെ അവളുടെ അടുത്തിരുന്ന് അവളെ വിളിച്ചു. ഗൗരി. അവൾ ഒരു ഞെട്ടലോടെ ദേവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ട് അവന് ഒരു നിമിഷം മനസ്സിൽ ആദി കയറി. ഗൗരിയുടെ വിറയൽ അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തെ വിയർപ്പു തുള്ളികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മുടിയിഴകൾ അവൻ്റെ വിരലുകൾ കൊണ്ട് പതിയെ മാടി ഒതുക്കി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് അവൻ വളരെ ശാന്തമായി ചോദിച്ചു. ഗൗരി, എന്താ പറ്റിയത്? നീ എന്തിനാ ഇത്രയും പേടിക്കുന്നത്? ഗൗരി വിറയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു. അവിടെ അടുക്കളയിൽ ഒരു സ്ത്രീ, വെളുത്ത സാരി ഉടുത്തൊരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കവളിൽ നിന്ന് കൈയെടുത്ത് അടുക്കളയിലേക്ക് നോക്കി. സ്ത്രീയോ? ഇവിടെ ഒരു സ്ത്രീയും ഇല്ല. നിനക്ക് വെറുതെ തോന്നിയതാ, ദേവൻ പറഞ്ഞു. അല്ല, ഞാൻ കണ്ടതാ. സത്യമായിട്ടും ഞാൻ കണ്ടതാ, ഗൗരി പറഞ്ഞു. അവൻ അടുക്കളയിലേക്ക് ഒന്ന് നോക്കി. ജനലിലൂടെ എന്തെങ്കിലും നിഴൽ കണ്ടതായിരിക്കും, അല്ലാതെ ഇവിടെ ഒരു സ്ത്രീയില്ല. നീ അവിടുന്ന് എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് ദേവൻ അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവളെ ദേവൻ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചേർത്ത് പിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ പേടിച്ച് പിന്നെയും അടുക്കളയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ദേവൻ ഗൗരിയെ കൊണ്ട് അവളുടെ റൂമിലേക്ക് കയറിയപ്പോൾ രാമേട്ടൻ കിച്ചണിൽ ചെന്ന് നോക്കി. അവിടെ ഒരു മൂലയിൽ പറ്റിച്ചേർന്ന് ഭാനു നിൽക്കുന്നത് കണ്ട് രാമേട്ടനും ഒന്ന് ഞെട്ടി. എന്താ ഭാനുക്കുഞ്ഞെ ചെയ്തത്? ആ കുട്ടി വല്ലാതെ പേടിച്ചിട്ടുണ്ട്. ഗൗരിമോള് പറയുന്നത് കേട്ട് കുഞ്ഞെങ്ങാനും വന്ന് നോക്കിയിരുന്നെങ്കിലോ, രാമേട്ടൻ ചോദിച്ചു. പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയില്ലല്ലോ രാമേട്ടാ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി പുറത്തിറങ്ങിയതാ. രാമേട്ടൻ ദേവൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ കൊടുത്ത ചായയാണെന്ന് തോന്നുന്നു. ടീപ്പോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനത് കുടിച്ചിട്ടില്ല. ഞാനത് കളഞ്ഞ് ഗ്ലാസ് കഴുകി വയ്ക്കാൻ വന്നതായിരുന്നു, ഭാനു പറഞ്ഞു. കുഞ്ഞ് ഗൗരിമോളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും വേഗം പോയിക്കോളൂ, രാമേട്ടൻ പറഞ്ഞു. ഭാനു അവിടുന്ന് വേഗം പോയി. ദേവൻ ഗൗരിയെ അവളുടെ റൂമിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്താൻ ശ്രമിച്ചു. എന്നാൽ അവൾ പേടിയോടെ പിന്നെയും ഡോറിനടുത്തേക്ക് വിരൽ ചൂണ്ടി അവിടെ അവിടെ എന്ന് പറഞ്ഞു. അവിടെ ഒന്നുമില്ല. വെറുതെ ഓരോന്ന് ആലോചിച്ച് കിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നപ്പോൾ നിനക്ക് തോന്നിയതാ. നീ പറഞ്ഞിരുന്നില്ലേ രാത്രിയിലെ നിഴലുകളെ നീ പേടിച്ചിരുന്നു എന്ന്? ആ പേടി ഉള്ളിലുള്ളതുകൊണ്ടാ വല്ല നിഴലും കാണുമ്പോഴേക്കും നിനക്കിങ്ങനെ തോന്നുന്നത്. പുറത്ത് ഏതെങ്കിലും വണ്ടികൾ പോകുമ്പോൾ ജനലിലൂടെ അകത്തേക്ക് ലൈറ്റ് വരാറുണ്ട്. അത് കണ്ട് തോന്നിയതാവും, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. പേടിക്കാതെ കിടന്നോ എന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ച് ബെഡിൽ കിടത്തി. അവളുടെ കണ്ണുകളിലെ ഭയം അപ്പോഴും വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല. പേടിക്കാതെ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോരാൻ തുടങ്ങിയപ്പോൾ അവൾ പേടിയോടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അവിടെ ഞാൻ കണ്ടതാ,
അവൾ വീണ്ടും പറഞ്ഞു. ഗൗരി, നീ മിണ്ടാതെ കിടന്നുറങ്ങ്. ഇക്കാലത്ത് ആരെങ്കിലും ഇങ്ങനെ പ്രേതവും പിശാചും ഉണ്ടെന്ന് വിശ്വസിക്കുമോ? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഈ വീട്ടിൽ ഞങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ നീ കാണാൻ വേണ്ടി മാത്രം പ്രേതം എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടാവുമോ? നീ കിടന്നോ. പേടിയാണെങ്കിൽ ഉറക്കം വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ദേവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയർ കട്ടിലിനരികിലേക്ക് നീക്കിയിട്ട് അവിടെ ഇരുന്നു. അവൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളുടെ പേടി വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല. ഗൗരി ഉറങ്ങുന്നതിനു മുൻപ് തന്നെ ദേവൻ ആ ചെയറിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അവൻ അരികിലുണ്ടെന്ന വിശ്വാസത്തിൽ അവൾ പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ ദേവൻ ഉണരുമ്പോൾ ഗൗരി നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഉണർന്ന് കണ്ണുകൾ തുറന്നു നോക്കിയത് മുടിയിഴകളാൽ പാതി മൂടിക്കിടക്കുന്ന അവളുടെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ തലയുയർത്തി കുറച്ചു നിമിഷങ്ങൾ അവളെ തന്നെ നോക്കിയിരുന്നു. അവളുടെ നെറ്റിയിൽ വികൃതമായി വീണുകിടക്കുന്ന മുടിയിഴകൾ അവൻ മെല്ലെ മാറ്റിവെച്ചു. വിരൽത്തുമ്പൊന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടപ്പോഴേക്കും അവളുടെ ശരീരത്തിൻ്റെ ചൂട് അവൻ അനുഭവപ്പെട്ടു. ഒരു നിമിഷം അവൻ്റെ മുഖത്തെ ചിരി മാറി പരിഭ്രമം നിഴലിച്ചു. പനിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നെറ്റിയിൽ കൈവച്ച് നോക്കി. അവൾ ഒരു ഞെരുക്കത്തോടെ കണ്ണുകൾ തുറന്നു. കിടന്നോ, ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് നേരാവണ്ണം പുതച്ചു കൊടുത്തു. എന്തോ ഒന്ന് ആലോചിച്ച് നിന്നതിന് ശേഷം അവൻ പുറത്തേക്ക് നടന്നു. അവൻ കിച്ചണിലേക്ക് വരുമ്പോൾ രാമേട്ടൻ പണികൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. രാമേട്ട, അവൻ വിളിച്ചപ്പോൾ ഒരു ഞെട്ടലോടെ രാമേട്ടൻ തിരിഞ്ഞു നോക്കി. കുഞ്ഞ് നേരത്തെ എഴുന്നേറ്റോ? രാമേട്ടൻ ചോദിച്ചു. രാമേട്ട, ഗൗരിക്ക് നല്ല പനിയുണ്ട്. കുറച്ച് കഞ്ഞി ഉണ്ടാക്ക്, ഞാൻ മെഡിസിൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോയി. ആ കുട്ടി നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്, പാവം എന്ന് പറഞ്ഞ് രാമേട്ടൻ അവൾക്കുള്ള കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങി. ദേവൻ റൂമിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് പനിയുടെ മെഡിസിൻ ഉണ്ടോ എന്ന് നോക്കി. അതിലില്ലായിരുന്നു. വേഗം കാറെടുത്ത് പോയി മെഡിസിൻ വാങ്ങി വന്നു. രാമേട്ടൻ അപ്പോഴേക്കും കഞ്ഞി ഉണ്ടാക്കി ഗൗരിയുടെ റൂമിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. ദേവൻ അവളുടെ അടുത്ത് ചെയറിലിരുന്ന് അവളെ വിളിച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. അവളുടെ കണ്ണുകളിലുണ്ടായിരുന്ന ഭയം മാറി വല്ലാതെ ക്ഷീണം ബാധിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി. അവൾ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അവൻ തലയിണ ചാരി വെച്ചു കൊടുത്തു. അവൾ അതിൽ ചാരാനായി നീങ്ങിയിരിക്കുമ്പോൾ അവൻ അവളെ പിടിച്ച് നീങ്ങിയിരിക്കാൻ സഹായിച്ചു. അവൾ ഒന്ന് തല ഉയർത്തി അവനെ നോക്കി. രാമേട്ടൻ ടേബിളിന് മുകളിൽ കൊണ്ടുവന്നു വച്ചിരുന്ന കഞ്ഞിയെടുത്ത് സ്പൂണിൽ കോരി അവൾക്ക് നേരെ നീട്ടി. അവൾ തളർന്ന മിഴികളോടെ അവനെ ഒന്ന് നോക്കി. കഴിക്ക്, അവൻ പറഞ്ഞു. ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ ആ കഞ്ഞി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. അവളുടെ കണ്ണുകളിൽ നനവ് പടർന്നു. തന്നോടിതുവരെ സ്നേഹമോ കരുണയോ തൻ്റെ മുത്തശ്ശിയും മനുവേട്ടനുമല്ലാതെ മറ്റാരും കാണിച്ചിട്ടില്ല. അവൾ മനസ്സിലോർത്തു. എന്തിനാ കരയുന്നത്? കഴിക്ക്, ദേവൻ പറഞ്ഞു. അവൾ ആ കഞ്ഞി കുറച്ചു കുടിച്ച് നിർത്താൻ ശ്രമിച്ചപ്പോൾ അവൻ സമ്മതിച്ചില്ല. അത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞ് പാത്രം വാങ്ങി ടേബിളിന് മുകളിൽ വെച്ചതിന് ശേഷം മെഡിസിൻ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ജഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വെള്ളമെടുത്ത് കൊടുത്തപ്പോൾ അവൾ ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ ആ മെഡിസിൻ വാങ്ങി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് വാങ്ങി അവൻ ടേബിളിന് മുകളിൽ വെച്ചു. അവൾ അവനെ മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ പറഞ്ഞു. കിടന്നോ, പനി നല്ലതുപോലെ മാറട്ടെ, എന്നിട്ട് എഴുന്നേറ്റാൽ മതി. അവൻ്റെ ആ കരുതൽ അവളിൽ വല്ലാതൊരാശങ്കയുണർത്തി. അവൾ അവിടെ കിടക്കാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ പിടിച്ച് കിടക്കാൻ സഹായിക്കുകയും പുതപ്പെടുത്ത് പുതച്ചു കൊടുക്കുകയും ചെയ്തു. കിടന്നോ എന്ന് ഒന്നുകൂടി പറഞ്ഞ് ദേവൻ അവൾ കഞ്ഞി കുടിച്ച് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന പാത്രമെടുത്ത് അവിടുന്ന് പോയി. അവൾ ഒരു ആദിയോടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. എന്തൊക്കെയോ സംശയങ്ങൾ അവളുടെ ഉള്ളിൽ നിഴലിച്ചു. ഓഫീസിൽ വരേണ്ട സമയം കഴിഞ്ഞിട്ടും ഗൗരിയെ കാണാത്തതുകൊണ്ട് നാൻസിയും അഞ്ജലിയും മുറുമുറുപ്പ് തുടങ്ങി. രാജീവ് ഓഫീസിലേക്ക് വരുമ്പോൾ നാൻസി ചോദിച്ചു. ഗൗരി ഇന്ന് ലീവ് പറഞ്ഞിരുന്നോ രാജീവ്? രാജീവ് ഗൗരിയുടെ സീറ്റിലേക്കൊന്ന് നോക്കിയതിന് ശേഷം പറഞ്ഞു. ഇല്ല. ഒരു ഓഫീസിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ നിയമങ്ങൾ? ഒരാൾ മാത്രം അവൾക്ക് തോന്നുമ്പോൾ ജോലിക്ക് വരും, പറയാതെ ലീവെടുക്കും. ഇതെങ്ങനെ ശരിയാവും രാജീവ്? ഇനി ഇതുപോലെ ഞങ്ങൾക്കും ചെയ്യാലോ അല്ലേ? നാൻസി ചോദിച്ചു. ആ സമയത്താണ് ദീപ ഓഫീസിലേക്ക് വരുന്നത്. അവരുടെ സംസാരം കേട്ട് ദീപ ചോദിച്ചു. എന്താ രാജീവ്, ഗൗരി വരില്ലെന്ന് പറഞ്ഞിരുന്നോ ദീപ ചേച്ചി? രാജീവ് ചോദിച്ചു. എന്നോട് പറഞ്ഞിരുന്നില്ല, ദീപ പറഞ്ഞു. ഇവരെ കണ്ടില്ലേ, 5 മിനിറ്റ് ലേറ്റാണ്. എന്നാലും ആരും ചോദിക്കില്ല. ഇവരാ ആ പെണ്ണിനെ ഒരു കണ്ണീർ നായികയാക്കി ദേവന്റെ മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ അവളെ എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേവന് ദേഷ്യം വരുന്നത്. പറഞ്ഞ നമ്മൾ തെറ്റുകാരാവുകയും ചെയ്യും, അഞ്ജലി പറഞ്ഞു.
എന്തെങ്കിലും അത്യാവശ്യം കാണും. അവളുടെ കയ്യിൽ ഫോണില്ലല്ലോ, അതുകൊണ്ട് വിളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, രാജീവ് പറഞ്ഞു. ഗൗരിയുടെ കയ്യിൽ ഫോണില്ലെങ്കിലും വീട്ടിൽ മറ്റാരുടെയെങ്കിലും കയ്യിൽ ഫോണുണ്ടാകില്ലേ? അവളുടെ ടാഗിൽ ഇവിടുത്തെ നമ്പറുണ്ടല്ലോ, അപ്പോൾ അവൾക്ക് വിളിച്ചു പറയാവുന്നതല്ലേ? അക്കാര്യത്തിൽ കിഷോറും ഇടപെട്ടു. അവളുടെ ഭാഗത്ത് ന്യായം മാത്രം നോക്കിയാൽ പോരാ സാർ. ഞങ്ങളും അവളെപ്പോലെ ഇവിടെ ജോലി ചെയ്യുന്നവരാ. ഞങ്ങളിതുപോലെ പറയാതെ ലീവ് എടുത്താൽ ഞങ്ങളെ വഴക്ക് പറയില്ലേ? ഇരട്ടനീതി നല്ലതല്ല സാർ, കിരൺ പറഞ്ഞു. ഇനി അവൾ ഓഫീസിൽ വരട്ടെ, സംസാരിക്കാം, രാജീവ് പറഞ്ഞു. വെറുതെ സംസാരിച്ചാൽ പോരാ, ആക്ഷൻ എടുക്കണം, നാൻസി പറഞ്ഞു. വേണ്ടത് ചെയ്യാം, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ് രാജീവ് അവൻ്റെ ക്യാബിനിലേക്ക് പോയി.